നിങ്ങളും ഞാനും ഒരു ധാരണ പോകണം. അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും, കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷയല്ല. രക്ഷ ഒന്നേ ഉള്ളൂ, അതാ പൊതുവിലുള്ള രക്ഷ. അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പ്രൈസ് ദ ലോർഡ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ല. രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് മനുകുലത്തിന് രക്ഷ. അത് യൂദാ സ്ഥാപിച്ചു, പൊതുവിലുള്ള രക്ഷ. ഓടിച്ചു പറയാം. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു പ്രത്യേകത, ഈ വേദപുസ്തകം നിങ്ങൾക്കറിയാം, ഈ 66 പുസ്തകം എഴുതിയത് ഏതാണ്ട് 40 എഴുത്തുകാർ ചേർന്ന, അതെല്ലാവർക്കും അറിയാം, 40 എഴുത്തുകാർ. പക്ഷേ ഈ ലേഖനത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, പോസ്റ്റുകാരുടെ തള്ളിക്കളയരുത്. 40 എഴുത്തുകാർ ചേർന്ന യൂദയുടെ ലേഖനം എഴുതിയ, പക്ഷേ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത പ്രധാനപ്പെട്ട 2 മാർമിക വിഷയം യൂദായ്ക്കാണ് വെളിപ്പെട്ടത്. അത് മറ്റൊന്നുമല്ല, ഒന്ന് മോശയുടെ ഉയർപ്പിനെ സംബന്ധിച്ച കാര്യം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. 2, നമ്മളിപ്പോൾ വായിച്ച കുറുവാക്യമാ ഹാനോക്ക് പ്രവചിച്ച വിഷയം. അപ്പോൾ ഹാനോക്ക് പ്രവചിച്ച വിഷയവും മോശയുടെ ശരീരത്തിന്റെ ഉയർപ്പിനെ സംബന്ധിച്ച വിഷയം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. ആമേൻ. യൂദായ്ക്കായി കാര്യം വെളിപ്പെട്ടത്. അതുകൊണ്ട് ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ഇനി മാത്രമല്ല, ലേഖനത്തിൽ നിങ്ങൾ 25 വാക്യം ഒന്ന് ഓടിച്ച് പഠിച്ചാൽ ഈ 3ന്റെ ഒരു കണക്ക് അവിടെ കിടപ്പുണ്ട്. 3കളുടെ കണക്കുണ്ട്. 1-ാം വാക്യം വായിച്ചേ ദൈവദാസനെ. 1-ാം വാക്യം 3ന്റെ ഒരു കണക്ക്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുക അടുത്തത് ഇരിക്കുന്നവരായ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. വിളിക്കപ്പെട്ടത്. അപ്പോൾ സ്നേഹിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ട് 3 പദമാണ്. ഇനി 5, 6, 7 തിരുവെടുത്ത് പഠിക്കുമ്പോൾ 3 സംഭവങ്ങൾ നിരത്തുന്നുണ്ട്. മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ മക്കളുടെ ചരിത്രം 1, 2 പാപം ചെയ്ത ദൂതന്മാരുടെ വിഷയം, 3 സോദോമിൽ ദൈവ ന്യായം വിധിച്ച വിഷയം. 3 തെളിവുകൾ നിരത്തുക. വിശ്വസിക്കാത്തവരെ നശിപ്പിച്ച വിഷയത്തോട് ബന്ധപ്പെട്ട് അവിടെ 3ന്റെ കണക്കാണ്. ഇനി ഒരു 3 വ്യക്തികളെ പരാമർശിക്കുന്നുണ്ട്. അത് 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11. അവർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴി ഒന്ന് കയ്യിന്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ. പിന്നെ 3 കോരഹിന്റെ മത്സരം. 3 പേരെ അവിടെ പരാമർശിക്കുന്നു. 1 ആമൻ കയീൻ, 2 ബിലയാം, 3 കോരഹ. ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കയ്യിന്റെ വഴി മറ്റൊന്നുമല്ല, ആമൻ സൽപ്രവർത്തി കൊണ്ട് രക്ഷ നേടാന്ന. സൽപ്രവർത്തി കൊണ്ട് രക്ഷ നേടാം. ഭൗതിക വസ്തുക്കൾ കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടും. അതിലെ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും നിലത്തിലെ അനുഭവത്തിൽ നിന്നാ. കാച്ചിലും ചേനയും അരിയും നെല്ലും പൊരിയും മലരും തേങ്ങാക്കൊലയും മുടുത്ത വെട്ടിയേമ്പും ഇതെല്ലാം കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടാം. നല്ലല്ല, ഒരു കുഞ്ഞാട് യാഗമായി അറക്കണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന്. കയ്യിന്റെ വഴിയല്ല, ഭൗതികം കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടാന്ന്. കാശ് കൊടുത്ത് ഉറക്കത്തിൽ പോകാൻ നടക്കുകയല്ല. പിന്നെ ബിലയാമിന്റെ വഞ്ചന, ദുരുപദേശം, അതൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. പിന്നെ കോരഹിന്റെ മത്സരം, അത് ശുശ്രൂഷ മത്സരം. വോട്ട് ഇലക്ഷനും നേരായ മാർഗത്തിലാണ്, കുഴപ്പമില്ല. ചെളിവാരി എറിഞ്ഞും കുതികാല് വെട്ടിയും അവനിട്ട് ടോർപ്പിട വെച്ചും ഫേസ്ബുക്കിലും കുന്തത്തിനകത്തും എല്ലാം എഴുതി അവനെ തകർത്തും നശിപ്പിച്ചും ഗുണ്ടകളെ ഇറക്കിയും പോലീസിന് കാശ് കൊടുത്തും മട്ടാഞ്ചേരിയിൽ നിന്നും, പിന്നെ ഇവിടെ വേറെ സ്ഥലം മറന്നുപോയി, അവിടുന്ന് ഇവിടുന്നൊക്കെ ആളിനെ ഇറക്കി സ്ഥാനമാനം പിടിച്ചടക്കുന്ന കോരകിന്റെ പണി. ദൈവം നിന്നെ ന്യായം വിധിക്കും. സ്തോത്രം. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ 3 കാര്യമായിട്ട് അത് പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ വരികയില്ല. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ. ഇനി ആ 18-ാം വാക്യം 19-ാം വാക്യം വായിച്ചു. അവിടെ ഒരു 3 കാര്യം. 19. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. അവിടെ 3 കാര്യം പറഞ്ഞിരിക്കുക. ഭിന്നത ഉണ്ടാക്കുന്നവര്, പ്രാകൃതന്മാർ. അപ്പൊ ഈ 3 പ്രയോഗമുണ്ട് ഇതിനകത്ത്. ഇനി ഒടുവിൽ ഈ ലേഖനം നിർത്തുമ്പോൾ 3 പ്രത്യേക പദം പറഞ്ഞിട്ടുണ്ട്. 24, 25. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിന്നെ നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനും തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം. 3 പദമാ, സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലം. അവിടെ 3. അപ്പോൾ ഈ ലേഖനം വളരെ ഈടുറ്റി ആഴമേറിയ ലേഖനമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകെ കൊണ്ട് കൊടുക്കാൻ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം, നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. നിത്യത എന്ന പദം മറ്റ് ലേഖനത്തിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. ആ വായിച്ച വാക്യത്തിൽ നിന്ന് കേട്ടല്ലോ, സദാകാലത്തിന് മുമ്പ്, സർവകാലത്തിന് മുമ്പ്, അല്ലെങ്കിൽ സദാകാലത്തോളം. അപ്പം നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ കൊണ്ട് കൊടുക്കാൻ കാരണം നിത്യത എന്ന പദമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആ നിത്യത എന്തുവാന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം ആമൻ വെളിപ്പാട് പുസ്തകമാണ്. ഒരു കാര്യം പ്രത്യാശയ്ക്കായിട്ട് ഒതുക്കി പറയട്ടെ, ആമൻ നാം നിത്യതയിലെത്തണം. നിത്യതയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, നിത്യതയ്ക്ക് തടസ്സം വരുത്തുന്ന, നിത്യതയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യത്തിലും ഞാനും നിങ്ങൾ ഉൾപ്പെടരുത്, ഏർപ്പെടരുത്. അതിൽ നൊടിഞ്ഞു മാറി നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ലാക്ക് ആമൻ നിത്യതയിലെത്തുക എന്നുള്ളതാണ്. അതെ, ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ ലേഖനം വളരെ ആഴമേറിയ ഈടുറ്റ ലേഖനമാണ് യൂദയുടെ ലേഖനം. ഇനി ഈ രക്ഷ, പൊതുവിലുള്ള രക്ഷ എന്ന വിഷയം എഴുതാനാ തുനിഞ്ഞെങ്കിലും രക്ഷയെപ്പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിന് കണ്ണനം കൊടുക്കണം. അതാ ലേഖനകർത്താവ് ഉദ്ദേശിച്ചത്. 3-4 വാക്യം ഒന്നുകൂടെ വായിക്കാം. 3-4. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ, നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഓടിച്ചു പറയട്ടെ, ഞാനും നിങ്ങളും പോരാടേണ്ടത് വിശ്വാസത്തിന് വേണ്ടി. ഇതൊരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം. ഇത് ആഴ്ച മാറ്റുന്ന ഉപദേശവും വിശ്വാസവും അല്ല. വെളിനാട്ടിലൊന്ന് പോയിച്ച് വരുമ്പോൾ മാറ്റുന്ന ഉപദേശം അല്ലിത്. അവിടെ എവിടെയും പോയി അന്തും ബിന്ദും എല്ലാം കണ്ടേച്ച് മാറ്റുന്ന ഉപദേശം അല്ലിത്. ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസമാണ്. സ്തോത്രം. പണ്ട് ആകാശ ഉപദേശം ഒന്ന് മാറ്റി, പ്രമാണം ഒന്ന് മാറ്റി, എന്ത് പ്രയാസമുണ്ടായി. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ ആ കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത്, ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ. ആകാശന്റെ കടികാരം എന്നൊക്കെ യശയ്യാ 38 പരാമർശമുണ്ട്. ഇവൻ തിക്കളത്ത് വിലേസറിന് കപ്പം കൊടുത്തേച്ച് കാശുമെല്ലാം കൊണ്ട് കൊടുത്ത്, തിക്കളത്ത് വിലേസറിന് കപ്പമെല്ലാം കൊടുത്തു. അവിടെ തിക്കളത്ത് വിലേസറിനെ കാണാനായിട്ട് ദമ്മേശക്ക് ചെന്നപ്പോൾ അവിടെ ഒരു വലിയ മുടുത്ത ബലിപീഠം. പുള്ളി അത് കണ്ടേച്ച് അതിൻ്റെ മാതൃകയിൽ ഒരെണ്ണം ഇവിടെ ഉണ്ടാക്കി. തൻ്റെ പാസ്റ്ററോട് പറഞ്ഞ്, എനിക്ക് വന്ന് ഊരിയ പാസ്റ്ററാണെന്നോ, ഊരിയ പുരോഹിതനോട് പറഞ്ഞു, ഞാൻ തിരിച്ചിവിടെ വരുമ്പോൾ ഇതുപോലൊരെണ്ണം പണിത് വെച്ചേക്കണമെന്ന്. ആ വാക്യം ഒന്ന് വായിച്ച്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 10-16 എനിക്ക് തെറ്റിയെന്ന് തോന്നുന്നു. രാജാക്കന്മാർ 2-ാം പുസ്തകം 10-16 ആണോ? ഒന്ന് നോക്കിക്കേ. 16 നീ എന്നോട് കൂടെ വന്ന് യഹോവയെ കുറിച്ച് 16:10 രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16:10. ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്ത്-പിലേസറിനെ എതിരേൽപ്പാൻ ദമ്മേശക്കിൽ ചെന്നു. ദമ്മേശക്കിലെ ബലിപീഠം കണ്ടു. ദമ്മേശക്കിലെ ബലിപീഠം അവിടെ ഇവിടെ അതിവിധം കാണും. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ അതിവിധം കാണുമെന്ന്. അതൊന്നും ഇതിനകത്ത് കൊണ്ട് കയറ്റരുതെന്നാ പറഞ്ഞതിന്റെ ആശയം. ദമ്മേശക്കിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു ആകാശ രാജാവ്. സ്തോത്രം. പുള്ളിയുടെ അപ്പനെ പറ്റിയൊക്കെ അറിയാമല്ലോ. സ്തോത്രം. യോധ അയാൾ പള്ളി കയറാത്തവനായിരുന്നു. പുള്ളിയുടെ അപ്പനെ പറ്റി അറിയാമായിരുന്നു. പള്ളി വെച്ച് വഴക്കുണ്ടാക്കുന്നവനായിരുന്നു. ഉസിയാവ്, യോധ, ആകാശ്. ഈ ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ഉടച്ചവനാ. അത് പൂട്ടി. പള്ളി പൂട്ടിയവനാ. പള്ളി പൂട്ടിയെങ്കിലും പുള്ളി രമേശൊക്കെ ചെന്ന് ബലിപീഠം കണ്ടപ്പോൾ പുള്ളിക്ക് ഇളക്കം. ഈ ലോക്കൽ സഭയിൽ അടിയുണ്ടായിട്ട് വേറെ സ്ഥലത്ത് പോയി ആത്മാവിലാകുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. ലോക്കൽ സഭയിൽ മറ്റവന്റെ കൊങ്ങായ്ക്ക് പിടിച്ച് അവനെ തത്തിച്ചേച്ച് അപ്പുറേ പോയി മനസ്സിലാക്കാടിയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? എടാ, ആദ്യം സാക്ഷ്യത്തോടെ ലോക്കൽ സഭയിൽ നിൽക്കണ്ടേ? വേണ്ടേ? ലോക്കലിൽ അടി ഉണ്ടാക്കി നീ സെൻട്രലോട്ട് പൊട്ടെന്നെ എടുക്കാനാ?
നീ അവിടെ ചെന്നാലും അവിടെ മുടിഞ്ഞു പോകുകയുള്ളൂ. ആദ്യം നിൽക്കുന്നിടത്ത് മാതൃകയോടെ നിൽക്കണ്ടേ? മിണ്ടുന്നില്ലല്ലോ. ഓ, ഇനി എന്നെ മിണ്ടാനാ? സ്തോത്രം. ഇവനോട് പള്ളി പൂട്ടിയവനാ. അങ്ങനല്ലേ എഴുതിയേക്കണ? പള്ളി പൂട്ടിയെന്നാന്നല്ലോ 28:24 പാസ്റ്ററെ? ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28:24 വായിച്ചേ. അവിടെ അല്ലേ പള്ളി പൂട്ടിയെന്ന്? ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28:24 വായിച്ചേ. അത് തന്നെ. ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ച് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. പള്ളി പൂട്ടിയവനാ. ലോക്കൽ സഭയെ കേസ് നടത്തി. ലോക്കൽ സഭയിലെ പാസ്റ്റർക്കെതിരെ കേസ് കൊടുത്ത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ലോക്കൽ സഭയിൽ അടിയുണ്ടാക്കി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ വിളിക്കേണ്ട ഒരു കാര്യമോ? ഇന്ന് എന്നെ തന്നെ വിളിച്ചെങ്കിലേ ഒക്കുള്ളൂ. ലോക്കലിൽ അടിയുണ്ടാക്കി നീ സെന്ററിൽ പോയി എന്നാ മറുഭാഷ പറയാനാ? ദൈവത്തിന് മഹത്വം. ഇവിടെ നിരപ്പാകണ്ടേ? ആദ്യം ഇവിടെ നിരപ്പാകണ്ടേ? ഇവിടെ ക്ഷമ പറയണ്ടേ? ഇവിടെ കൈ കൊടുക്കണ്ടേ? സ്തോത്രം. അവന്റെ ഭാഗത്തായിരിക്കും തെറ്റ്. നീ ദൈവഭക്തനാണെങ്കിൽ നീ ആദ്യം ചെന്ന് ക്ഷമ പറയണം. അതാ വേറെ പുസ്തകത്തിന്റെ പ്രമാണം. ചില ആൾക്കാർ പതിവില്ലാതെ ചില സഭയെ ചെല്ലി നമ്മളൊക്കെ വന്നേ ഉള്ളൂ. അവിടെ കുരുക്കൊപ്പിച്ചായി വന്നേ. നമ്മുടെ വിഷയമല്ല. വിട്ടാക്കാൻ എന്തിനാ ആലോചന ഉണ്ടാക്കുന്നത്? ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ ഉടച്ച് പള്ളി പൂട്ടിയവനാ. പക്ഷെ ഇവൻ ദമ്മേശക്ക് ചെന്ന് തിക്ലത്ത്പിലേസനെ കാണാൻ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ട്. അത് കണ്ടപ്പോൾ പുള്ളിക്ക് അളക്കാം. വായിച്ചോ, ഇനി വായിച്ചോ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10 മുതൽ പോട്ടെ. ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്ത്-പിലേസറിന്റെ എതിരേൽപ്പാൻ ദമ്മേശക്കിലെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു. ചുരുക്കി പറഞ്ഞാൽ ദമ്മേശക്ക് ചെന്ന് അവിടുത്തെ ദമ്മേശക്കുകാരുടെ ബലിപീഠം എല്ലാം കണക്കാണ്. പുള്ളിക്കിളക്കം. പുള്ളിയുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ, ഇപ്പോഴത്തെ രീതി വെച്ചാൽ വാട്സപ്പിൽ ഇവരുടെ പാസ്റ്റർക്ക് അയച്ചു. ഊരിയ പാസ്റ്റർക്ക്, പാസ്റ്ററെ ഞാനിപ്പോൾ ദമ്മേശക്കിൽ ഉണ്ട്. ലൈവിൽ കണ്ടിട്ടില്ലേ? ഇതാണ് ഇവിടുത്തെ യാഗപീഠം. ഉടനെ പാസ്റ്റർ വണ്ടർഫുൾ. ഒരു ഇംഗ്ലീഷ് ഇരിക്കുക. തെറ്റിയോ? ഉടനെ പുള്ളി പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പം ഇതുപോലൊരെണ്ണം അവിടെ പണിതേക്കണമെന്ന്. നമ്മുടെ അവിടെ ഉരിയ പുരാതനം പറഞ്ഞു, നമുക്ക് പ്രമാണമില്ല. നമ്മൾക്കൊക്കെയുള്ള പ്രമാണം എന്നാണെന്നറിയാമോ? നമ്മുടെ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയെ ദൈവം തമ്പുരാൻ പർവ്വതത്തിന്റെ മുകളിലോട്ട് വിളിച്ചു കയറ്റി മാതൃക അവിടെ കാണിച്ചു കൊടുത്തു. ആ മാതൃക പോലെ പണിത യാഗപീഠമാണ് നമുക്കുള്ളത്. മറ്റൊരുത്തന്റെ യാഗപീഠത്തിന്റെ മാതൃക ഇതിനകത്ത് കയറ്റാൻ നമുക്ക് വ്യവസ്ഥയില്ല. പിന്നെ കാശും ആൾബലവും പൊളിറ്റിക്കൽ ബലവും സാമുദായിക ബലവും ചില കാശുമൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഞാൻ വരുന്നതിന് മുന്നേ പാസ്റ്റ് പണിതില്ലേ, പാസ്റ്റ് ഈ വർഷവും കൂടെ ഇരുത്തോളൂ, ഇല്ലെങ്കിൽ അന്നേരം തന്നെ പാസ്റ്റ് കൊടുത്ത് ദൈവമേ അച്ചായൻ പറയുന്ന അനുസരിച്ചേക്കാം, ഇല്ലെങ്കിൽ പാസ്റ്ററുടെ ഭാര്യയും പറയും നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ പണിത് വെക്കുക, നിങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്ക്, നിങ്ങൾ ഇവനെ എല്ലാം നന്നാക്കാൻ പോയാൽ ഞാനും കൊച്ചുങ്ങളും പരിപാടി പറഞ്ഞു കൊടുത്തിട്ടില്ലേ? പറ അച്ഛൻ ഇന്നത്തെ ഏനക്കേടാ, നിങ്ങൾ ഞങ്ങളെ അങ്ങ് നന്നാക്കിയാൽ മതി, ഇവനെ എല്ലാം നന്നാക്കാൻ പോയാ. ചുരുക്കി പറഞ്ഞാൽ ജാതികളുടെ മര്യാദ പോലെ ഇവിടെ കൊണ്ട് പണിതെന്ന്. അതാ ഞാൻ പറഞ്ഞ വിഷയം അധികം വിവരിക്കുന്നില്ല. മറ്റുള്ളതൊന്നും ഇതിനകത്ത് കൊണ്ട് ചെലുത്തരുത്. നമുക്കൊരു പ്രമാണം ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്, ഇതിന് അയവൊന്നും വരുത്തരുത്. ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസ പ്രമാണം ഒരിക്കലായി തന്നതാ. ആഴ്ചയിലോ മാസത്തിലോ ആണ്ടിൽ മാറ്റുന്നതല്ല, ഇതെന്തേക്കും സ്ഥിരമായ പ്രമാണം. അപ്പൊ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതിനായി ലേഖനം എഴുതിയത്. ഇനി ഞാൻ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം, ഇല്ലെങ്കിൽ ഒക്കത്തില്ല. മറ്റു കാര്യത്തിലോട്ടൊന്നും പോകുന്നില്ല. വായിച്ച കുറുവാക്യം വായിച്ചോ, 14-15 പെട്ടെന്ന്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വായിക്കാൻ നേരമില്ല. ദൈവദാസൻ നന്നായി വായിച്ചു തരുന്നു, നന്ദിയുണ്ട്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. അതല്ല ഏഴാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം നിങ്ങൾക്കറിയാം. ഏഴാമൻ
ഏഴാമനായ ഹാനോക്ക്. കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അതിനങ്ങനെ പറയുന്നത് എന്തേലും ഒന്ന് പറയണ്ട, എന്നാ അങ്ങനെ ഇന്നോട്ടെന്നായിരിക്കും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അതിനങ്ങനെ പറഞ്ഞേ മുന്നേറ്റത്തിനുണ്ട്. അപ്പൊ ഏഴാമനായ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം ഹാനോക്ക് ഒന്നല്ല. എത്ര ഹാനോക്കുണ്ട്? യേശാസ് എത്രയാ പറഞ്ഞേ? 2. യേശാൻസിന് 2 എണ്ണം ഇരിപ്പുണ്ട്. അരിയുടെ എത്ര എണ്ണം ഉണ്ട്? എത്ര ഹാനോക്ക് ഉണ്ടെന്ന്? ഏഴാമനായ ഹാനോക്ക്. PIP അംഗങ്ങൾ പറ. അവരുടെയും കൂടെ അവര് കനിഞ്ഞതും കൊണ്ടും കൂടെ ആന്നല്ലോ എന്നെ ഇങ്ങോട്ട്. ഹാനോക്ക്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അതറിയായിരുന്ന തന്നെ വിളിക്കുമായിരുന്നു. അത് പറയാനില്ലോ തന്നെ വിളിച്ചേ. നിങ്ങൾ പറയുന്നില്ലെങ്കിലും മുഖം കാണുമ്പോൾ എനിക്കറിയാം. അപ്പൊ ഏഴാമനായ ഹാനോക്ക്. ഈ ഏഴാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം യേശുദാസ് 2 പേരുടെ പേര് 2 ഹാനോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എത്രയുണ്ട്? ഈ വേദപുസ്തകം പഠിച്ചാൽ, ഞാൻ വേദപുസ്തകമൊക്കെ ധ്യാനിച്ചപ്പോൾ 1 കൂടുതൽ ഹാനോക്കുണ്ട്. ഒന്നാമത്തെ ഹാനോക്ക് ഇപ്പം വായിച്ച യൂദകളുടെ ലേഖനത്തിൽ ഏഴാമൻ ഹാനോക്ക്. ഏഴാമൻ എന്ന് പറയാൻ കാര്യം ആദാം മുതൽ എണ്ണിയാൽ ഏഴാം തലമുറക്കാരൻ ഹാനോക്ക്. ആദാം, ഷേത്ത്, ഏനോഷ്, കേനാൻ, മഹലലേൽ, യാരദ്, ഹാനോക്ക്. പിന്നെ മധൂശലേഖ്, ലാമക്ക്, നോഹ. അങ്ങനെ ആ തലമുറ ഏഴാമൻ ഹാനോക്ക്. എന്നാൽ വേറൊരു ഹാനോക്കുണ്ട്. അങ്ങനെ ഞാൻ പറയുന്ന 3-ാമൻ ഹാനോക്ക. 4:16 വായിച്ചോ. ഉൽപ്പത്തി 4:16. അണ്ട് ഇടതുവശത്തെ കണ്ണിക തുടങ്ങുന്നിടത്ത് വായിച്ചോ 4:16. അങ്ങനെ കയ്യിൽ യഹോവയുടെ സന്നിധി വിട്ടുപുറപ്പെട്ട് ഏതിന് കിഴക്ക് നോർദേശത്ത് എന്ന് പാർത്ത് കയ്യും തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചെന്ന അർത്ഥം. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അതിനാ പുള്ളിയോട് താല്പര്യമില്ല ഉറക്ക വായിക്കത് ഹാനോക്ക് എന്നുള്ളത്. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ആ ഹാനോക്കിനോട് വലിയ താല്പര്യമില്ല. ആയിക്കോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ആ കയീന്റെ ഭാര്യ ഗർഭവതിയായി ഒരു മകനെ പ്രസവിച്ചു. അവന്റെ പേര് ഹാനോക്ക്. അത് ആദാം, കയീൻ, ഹാനോക്ക് 3-ാമൻ. അതുകൊണ്ടാ പറ ഏഴാമൻ എന്ന് കൊടുത്തേക്കുന്നത്. യേശാസ് 2 പറഞ്ഞ ഒന്നുകൂടെ തരാം, വെറുതെ ഇരിക്കല്ലയോ. വേറൊരു ഹാനോക്ക് നിങ്ങൾക്കറിയാം. വേദപുസ്തകം ഗോത്രപിതാവാകുന്ന യാക്കോബ്. അബ്രഹാമിനെ പറ്റി ഒരു പരാമർശമുണ്ട്, ഗോത്രപിതാവെന്ന്. അതവിടെ നിൽക്കട്ടെ. ഈ ഗോത്രപിതാവാകുന്ന യാക്കോബിന് കലാപൂലി പോലെ 12 ആൺപിള്ളേര്. അതിൽ മൂത്തവൻ രൂബേൻ, ലേയായി കൂടി ജനിച്ച ആദ്യത്തെ കുട്ടി. ആ രൂബേന്റെ മക്കളിൽ മൂത്തവൻ ഹാനോക്ക. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആദ്യം വായിക്ക്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം പെട്ടെന്ന്. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. ഇസ്രായേലിന്റെ ആദ്യജാതനാകുന്ന രൂബേന്റെ പുത്രന്മാർ. അവനാണല്ലോ ആദ്യജാതൻ. പിന്നെ അവൻ തന്റെ അപ്പന്റെ കിടക്കെ അശുദ്ധമാക്കിയെന്നൊക്കെ വാക്യമുണ്ട്. ഇവനൊരു മകൻ ജനിച്ചു. 3-ാം വാക്യം 3. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അടുത്തത് ഹാനോക്ക്. അപ്പൊ ഒരു ഹാനോക്ക് കൂടെ വന്നു. അപ്പോൾ ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മൂത്ത മകനാകുന്ന രൂബേന്റെ ആദ്യത്തെ മകൻ, അവന്റെ പേരും ഹാനോക്ക്. 3 പോരെ? ഒന്നുകൂടെ തരാം, ഒന്നുകൂടി ഇരിക്കട്ടെ. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന ഈ അബ്രഹാമിന്റെ ആദ്യത്തെ മകൻ ഇശ്മായേല്. വാഗ്ദത്ത സന്തതി 2-ാമത്തേതാണേലും വാഗ്ദത്ത സന്തതിയ ഇസഹാക്ക്. ഇശ്മായേലേക്ക് ഹാഗറിൽ കൂടി ജനിച്ചു. ഇസഹാക്ക് സാറായിൽ കൂടി ജനിച്ചു. എന്നാൽ അബ്രഹാമിന് വേറൊരു ഭാര്യ, പഴയ നിയമ പ്രമാണമാ, കെതൂറായിക്ക് 5 പിള്ളേരുണ്ടായിരുന്നു. അതിൽ 4-ാമത്തവൻ മിദ്യാൻ. 5 പിള്ളേരുണ്ടായിരുന്നു. അതിൽ 3-ാമത്തവൻ ഒരു ഹാനോക്ക്. ഉൽപ്പത്തി 25:1 പെട്ടെന്ന്. ഉൽപ്പത്തി 25:1.
പെട്ടെന്ന് വായിച്ചു. അബ്രഹാം വേറൊരു ഭാര്യയെ അപ്പോൾ പരിഗ്രഹിച്ചു. അബ്രഹാമിന്റെ വേറൊരു ഭാര്യയാണ് അവൾക്ക് കെതൂറ എന്ന പേര്. കെതൂറ എന്ന പേര്. അവൾ സിമ്രാൻ, യോഗ്ലാൻ, മെദാൻ, മിദ്യാൻ, ഇഷ്ബാക്, ശൂബക് എന്നിവരെ പ്രസവിച്ചു. അപ്പോൾ അവിടെ നാലാമത്തെ ചെറുക്കനാണ് മിദ്യാൻ. വായിച്ചെന്നേ ഉള്ളു, എണ്ണിയില്ല. നാലാമത്തവൻ മിദ്യാൻ. ഈ മിദ്യാൻ 5 പിള്ളേരിൽ മൂന്നാമത്തവൻ ഹാനോക്ക്. അതിന്റെ 4-ാം വാക്യം വായിച്ചേ. മിദ്യാന്റെ പുത്രന്മാർ ഹാനോക്ക്. അപ്പൊ കണ്ടോ, മിദ്യാന്റെ പുത്രന്മാർ, മൂന്നാമത്തവൻ ഹാനോക്ക്. ഇപ്പൊ എത്ര ഹാനോക്കായി? ഈ ക്യാമ്പിന് 4 എണ്ണം പോരെ? വേണേ ഒന്നുകൂടെ തരാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് നമ്മുടെ വിഷയമല്ല. ഹാനോക്ക് പലതുണ്ട് വേറെ പുസ്തകത്തിൽ. അത് തെറ്റിദ്ധരിക്കാതിരിക്കാനാ യൂദാ പറഞ്ഞിരിക്കുന്നത് 7ാമനായ ഹാനോക്ക്, 7ാം തലമുറക്കാരൻ ഹാനോക്ക്. ആ ഹാനോക്ക് പ്രവചിച്ചുവെന്ന് യൂദാ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക. എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? എന്താ പ്രവചനത്തിന്റെ പ്രധാന വിഷയം? എന്താ? എല്ലാം വിസ്തരിച്ച് പോകാൻ സമയം എടുക്കുന്നില്ല. നിങ്ങൾക്കും പോകണം, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സമയം എടുക്കും. ഞാൻ ഇച്ചിരി സമയം കൂടുതലെടുത്താൽ ആരും അങ്ങനെ എതിര് പറയത്തില്ലെങ്കിലും ചിലർ ആകും. ചിലർ പറയാം അയാളുടെ തൊഴിലതാന്ന് പറയും. അപ്പം അതുകൊണ്ട് അതിന് മുതിരുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. ഓടിച്ച് ചില കാര്യം പറയാം. 7ാമനായ ഹാനോക്ക്, ഈ ഹാനോക്ക് പ്രവചിച്ചുവെന്ന് യൂദാ എഴുതിയിരിക്കുന്നു. അപ്പോൾ ആലമന് 2 വംശത്തിലാ തലമുറ. ഇവിടെ 7ാമൻ ഹാനോക്കിന്റെ കാലത്ത് തന്നെ അപ്പുറം ഒരു 7ാമൻ ലാമേക്കുണ്ട്. അത് കയീന്റെ സന്തതികളാ. വായിച്ചേ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ ഓടിച്ചു വായിക്കാൻ മുമ്പേ വായിച്ചതാ. അങ്ങനെ കയ്യിനെ കോവയുടെ തന്നെ വിട്ടുപുറപ്പെട്ട് ഏതിനെ കിഴക്ക് നോർദേശത്ത് എന്ന് പാർത്തു. കയ്യൻ തന്റെ ഭാര്യമായിട്ട് ജീവിതം ആരംഭിച്ചു. മകനെ പ്രസവിച്ചു. ഹാനോക്കിന്റെ മകൻ ജനിച്ചു ഈരാദ്. വായിച്ചേ. അങ്ങനെ കയ്യൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് അത് വായിക്കേണ്ടത് ഈരാദിന്റെ മുതൽ ഇങ്ങോട്ട് വായിക്കേ. സമയം പോകുന്നു. ഹാനോക്കിന്